കറണ്ട് പോയല്ലോ. ആള് വന്നു തോന്നുന്നു. എത്തിയോ? ഞാൻ വന്നു. നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ ഒരു ക്ലയന്റ് ആണ്. നിങ്ങൾ എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. എന്താ ഇത്? എന്നെ വിടൂ. ആരാണ് നിങ്ങൾ? പോകൂ, രക്ഷിക്കണേ, രക്ഷിക്കണേ. വേണ്ട, മുന്നോട്ട് വരരുത്. അവിടെ നിൽക്കൂ, ഞാനിവിടുന്ന് ചാടും. മോനെ ദീപക്, പൂർണിമ എന്റെ സഹോദരിയുടെ മകളാണ്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇവളെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയതും ഇന്ന് ഞാൻ ഇവളുടെ വിവാഹവും നടത്തി. വലിയൊരു ചുമതലയാണ് ഞാൻ പൂർണ്ണമാക്കിയത്. നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവളെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ എനിക്ക് വാക്ക് തരണം മോനെ, എനിക്ക് വാക്ക് തരണം. ഇവളെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കില്ലെന്ന്. അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കരുത് മാമ. അങ്ങ് എന്നെ വിശ്വസിച്ച് ഇവളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാമ, ഞാൻ വാക്ക് തരുന്നു, ഞാൻ ഇവൾക്ക് ജീവിതത്തിൽ ഒരു ദുഃഖവും ഉണ്ടാക്കില്ല. മാമ, ഇവളുടെ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടനായി. ഇവളെ വിവാഹം കഴിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് മാമ. അതെ മാമ. മാമ, ഇന്നു മുതൽ ഇവൾ എന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരിക്കും. മതി ദീപക്, മതി. എനിക്കിത് കേട്ടാ മതി, എനിക്കിത് മാത്രം മതി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ഇന്ന് ഞാൻ നിന്നെ നിന്റെ ഭർത്താവിന്റെ, നിന്റെ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക. വരൂ ജോസഫ്. ഒരു മിനിറ്റ്. ദീപക് വീട്ടിലേക്ക് കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്? ഇത് എവിടെയാ കൊണ്ടുവന്നിരിക്കുന്നേ? അങ്ങനെ പറഞ്ഞു. ഇതെന്റെ വീട്.
ഇത് വീടാണോ? ഇതേതോ ലോഡ്ജ് അല്ലേ? ഞാൻ ഈ ലോഡ്ജിന്റെ മാനേജറാണ്. ഇതിന്റെ ഉടമസ്ഥൻ എനിക്ക് നല്ല എയർ കണ്ടീഷൻ റൂം തന്നിട്ടുണ്ട്. അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ആസ്തേ, ഞാൻ നിന്നെ എന്റെ ഭാര്യയായിട്ടല്ല, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. ഇന്നു മുതൽ നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അതും ഈ ലോഡ്ജിൽ തന്നെ കൊടുത്തയക്കും. വരൂ. താക്കോൽ. വരൂ വരൂ മാനേജർ സാർ, വരൂ. രണ്ടുപേർക്കും മംഗളാശംസകൾ. നമസ്തേ. നമസ്തേ. ഇതെന്റെ സുഹൃത്ത് സമ്പത്ത്. മാനേജർ സാറേ, താങ്കൾ എത്ര ഭാഗ്യവാനാ. സൂര്യചന്ദ്രന്മാർ പോലും രചിക്കുന്ന സൗന്ദര്യധാമമല്ലേ ഇത്. സാറേ, ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞോട്ടെ. താങ്കളുടെ ഭാര്യ അടി തൊട്ട് മുടി വരെ പൊന്നിൽ കുളിച്ചു നിൽക്കുകയാണല്ലോ. സോറി, എനിക്കല്പം തിരക്കുണ്ട്. നാളെ രാവിലെ കാണാം. എന്താ? എന്ത് പറ്റി? വരൂ. ഇവിടെ ആരോ എന്റെ പേര് വിളിച്ചു മാറി തോന്നി. അത് നീ ഇപ്പോഴല്ലേ വന്നത്. നിന്റെ പേര് ഇവിടെ ആര് വിളിക്കാനാ? റിലാക്സ്. വരൂ എൻ്റെ കൂടെ. മനഃപൂർവ്വം ചെയ്യുകയാണെന്ന് തോന്നുന്നു. എന്താ അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നില്ല. നീ ഇവിടെ നിൽക്ക്. ഞാനിവിടെ ജനലടച്ചു. പറയൂ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല. റിലാക്സ്. ആസ്ത, നീ പോയി ഒന്ന് ഫ്രഷ് ആവ്. അതാണ് ബാത്റൂം. പോയിക്കോളൂ. ദീപക്! ദീപക്! എന്ത് പറ്റി? അവിടെ ബാത്റൂമിൽ ആരോ ഉണ്ട്. ഞാൻ ആരോ കണ്ടു.
എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ആരുണ്ട്? അവിടെ ആരുണ്ടാവാനാ? പ്ലീസ് ദീപക്, എന്താണ് ഈ സംഭവിക്കുന്നത്? പ്ലീസ് പ്ലീസ്, എന്താണ് ഈ വാ പോയി നോക്കാം. അവിടെ ആരുണ്ട്? ആസ്ത എന്റെ കൂടെ വാ. ഇല്ല ഇല്ല. ആസ്ത ഇവിടെയാണോ? ആസ്ത ഇവിടെ നിന്റെ നിഴല കണ്ടത്? പക്ഷെ ഇതൊക്കെ നിന്റെ തോന്നലാ ആസ്തേ. ഇവിടെ നോക്ക്, നീ വേഗം കുളിച്ച് ഫ്രഷ് ആവും. ഞാനിപ്പോ നിനക്ക് ഭക്ഷണം കൊണ്ടുവരാം. ഓക്കെ? ആസ്തേ, ദീപക്, ആസ്തേ. ദീപക്, ദീപക്, അവിടെ ബാത്റൂമിൽ ആരുണ്ട്? ബാത്റൂമിൽ ആരുണ്ട്? ആസ്തേ, നീ എന്താ ഈ പറയുന്നത്? അവിടെ ആരുണ്ടാവാ? സത്യമാണ് പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്. ശരി ശരി, നമുക്ക് നോക്കാം. വേണ്ട, ഞാൻ വരില്ല. നീ വാ എന്റെ കൂടെ. വാ ഞാൻ വരില്ല. ആസ്തേ, നീ എന്റെ കൂടെ വാ. പറയുന്നു കേക്ക്. ദീപക്, ആസ്തേ, നീ എന്നെ കളിപ്പിക്കുകയാണോ? നിനക്ക് അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ ദീപക്, ഞാൻ കളിപ്പിക്കായിരുന്നില്ല. അവിടെ ആരും ഉണ്ടായിരുന്നു. ഓ, അത് സാരമില്ല സാരമില്ല, എല്ലാം മറന്നു. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. പിന്നെ കേട്ടോ, ഇനി നീ ഒരു കാര്യം ചെയ്യ്. നീ കുറച്ചു നേരം വിശ്രമിക്ക. അപ്പൊ ആ ബില്ല് ദിനേശിന്റെ ക്ലിയർ ചെയ്യണ്ടേ? ആ സാറോ? അല്ല ദീപക് സാറേ, നിങ്ങൾ നവവധുവിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യാ? എടോ സമ്പത്തെ, ഞങ്ങള് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പൊ വന്നല്ലുള്ളൂ. ആസ്ത അവിടെ വിശ്രമിക്കണം. ആ അത് ശരി. ആ പിന്നെ മല്ല സാർ വന്നിട്ടുണ്ട്, നിങ്ങളെ അന്വേഷിച്ചിരുന്നു. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമ്മുടെ പഴയ കസ്റ്റമർ അല്ലേ? ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. സമ്പത്ത്, ഫോൺ ചെയ്യേ. ശരി ശരി. ഹലോ. വല്ല സാർ, ഞാൻ ദീപക്കാണ്. ആ ദീപക്, ഞാൻ രാവിലെ നിന്നെ പറ്റി ഓർത്തേ ഉള്ളൂ. വല്ല സാർ, സാറ് വന്ന വിവരം സമ്പത്ത് എന്നോട് പറഞ്ഞു. ആ പിന്നെ ഇന്നാണ് ഞാൻ കല്യാണം കഴിഞ്ഞെത്തിയത്. അതൊക്കെ എന്നോട് സമ്പത്ത് പറഞ്ഞല്ലോ. അഭിനന്ദനങ്ങൾ. അല്ലൊരു കാര്യം പറയേ, എപ്പോഴാ നിന്റെ ഭാര്യ പരിചയപ്പെടുത്തുക? എപ്പോ വേണമെങ്കിലും ആവാം. 1-2 ദിവസം ഞാൻ ബിസിയാ, പിന്നെ നമുക്ക് കണ്ടുകളയാം. എന്താ? സാറിന് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഫോൺ ചെയ്യാമല്ലോ. ഓക്കെ? നിനക്കപ്പോൾ എന്ത് തോന്നുന്നു? എന്താ, നിങ്ങൾക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് സന്തോഷല്ലേ? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ സന്തോഷത്താൽ മതി മറക്കുന്നു. അത് മതി. നിങ്ങളുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം. എല്ലാം എന്റെ ഭാഗ്യമാണ് ആസ്തി. എല്ലാം എന്റെ ഭാഗ്യമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടുവല്ലോ. എന്നെ കല്യാണവും കഴിച്ചില്ലേ? എന്നെ പോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ആരാണ് കല്യാണം കഴിക്കുക? അല്ല ആസ്തി, അങ്ങനെ പറയരുത്. ആര് പറഞ്ഞു നീ പാവപ്പെട്ട പെണ്ണാണെന്ന്? ആസ്ത, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയില്ലേ? നിന്റെ ഈ സൗന്ദര്യം തന്നെയാണ് നിന്റെ സമ്പത്ത്. നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഈ സ്നേഹം ഒരിക്കലും കുറയില്ലല്ലോ? ആസ്തേ, എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? എനിക്ക് എന്താണെന്ന് പറയൂ.
അത് നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ വേറെ ആരോ വരുന്നു. വേറെ ആരാ? ആരാ അവിടെ? നമ്മുടെ സ്വർഗത്തിലേക്ക് ഏതോ കട്ടുറുമ്പ് വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. അദ്ദേഹത്തിന് നെറ്റിയിലെ മുറിവ് കുറച്ച് ആഴമുള്ളതാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഇന്നിവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തേണ്ടി വരും. ഞാൻ അദ്ദേഹത്തിനൊപ്പം ഇരുന്നോട്ടെ? സോറി മാം, ആരും അദ്ദേഹത്തിന് അടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ, ഞാൻ കുട്ടിയെ റൂമിൽ കൊണ്ടാക്കാൻ വരും. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് വരില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരിക്കാൻ നമുക്ക് അനുവാദമില്ല മോളെ. പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. രാവിലെ ഞാൻ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാം. ഇപ്പൊ എന്റെ കൂടെ വരൂ പ്ലീസ് മോളെ, വരൂ. രക്ഷപ്പെട്ടു. ആരാണെന്ന് പറയൂ പ്ലീസ്, ആരാണെന്ന് പറയൂ. എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പ്ലീസ് ആരാണെന്ന് പറയൂ. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ പ്ലീസ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. ആരാണെങ്കിലും മുന്നോട്ട് വരൂ പ്ലീസ്. ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കുവാനല്ല, നിന്നെ രക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നത്. നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അദ്ദേഹം എന്തിനാണ് എന്റെ ജീവിതം നശിപ്പിക്കുന്നത്? മറിച്ച് അദ്ദേഹം എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. എന്റെ അച്ഛനമ്മമാർ മരിച്ച ശേഷം മാമനാണ് എന്നെ പോറ്റി വളർത്തിയത്. അവിടെ ആരും ഞങ്ങളെ സഹായിക്കുമായിരുന്നില്ല. അദ്ദേഹം എന്നെ വിവാഹം ചെയ്ത് എനിക്കൊരു പുതിയ ജീവിതം തന്നു. അല്ല ആസ്ത, അല്ല, ഇതെല്ലാം കള്ളമാണ്.
ആ